ഓം ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ബാലി തുടർന്നു. ബ്രാഹ്മണരും ക്ഷത്രിയരും പഞ്ചനകം ഉള്ളവയിൽ മുള്ളൻ, ശ്വാവിടൻ, ഉടുമ്പ്, ആമ എന്നിവയെ ഭക്ഷിക്കും. ഹേ രാജാവേ, ബുദ്ധിയുള്ളവരാരും എൻ്റെ തോലോ എല്ലോ തൊടുക പോലുമില്ല, മാംസം ഭുജിക്കുകയുമില്ല. ഞാൻ ഹന്തനായ പഞ്ചനകനാണ്. അറിവുള്ള താര സത്യവും ഹിതവുമായ വാക്കുകൾ ഉപദേശിച്ചു. പക്ഷേ അന്തകന് അധീനനായ ഞാൻ അത് മൗഢ്യത്താൽ കൂട്ടാക്കിയില്ല. അങ്ങ് പാർത്തലം പരിപാലിക്കുമ്പോൾ സനാഥയാണ് ഭൂമി എന്നു പറയുവാൻ പാടില്ല. പതിവ്രതയായൊരു പത്നി ദുഷ്ടനായൊരു ഭർത്താവിനാൽ പ്രശോഭിക്കുമോ? നാഥനുള്ളവൾ ആകുമോ? മഹാരാജാ ദശരഥന് ശമ്യും ദ്രോഹിയും ക്ഷുദ്രനും ശാന്തനെന്ന് നടിക്കുന്നവനുമായ നീ പുത്രനായി പിറന്നതെങ്ങനെ? സച്ചരിത്രമാകുന്ന ചങ്ങല പൊട്ടിച്ച് ശ്രേഷ്ഠധർമ്മങ്ങളെ അതിക്രമിച്ച് ധർമ്മമാകുന്ന തോട്ടി തട്ടി നീക്കി രാമനെന്ന ആന എന്നെ നിഗ്രഹിച്ചു. സജ്ജനങ്ങൾ നിന്ദിക്കുന്ന ഈ അയുക്ത കൃത്യം ചെയ്തിട്ടും സജ്ജന മധ്യത്തിൽ അങ്ങ് വിഹരിക്കുന്നുവല്ലോ. സ്വസ്ഥ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ നേരെ കാണിച്ച ഈ ആക്രമത്തിന് പരാക്രമം എന്നാണോ പേർ പറയുക? എന്നാൽ ഈ വിക്രമം ദ്രോഹിക്കുന്നവരുടെ നേരിട്ട് ഞാൻ കാണുന്നു ഇല്ലല്ലോ. ഹേ രാജകുമാര, അങ്ങ് എൻ്റെ നേരിട്ട് നിന്ന് യുദ്ധം ചേരുന്നുവെങ്കിൽ യമാലയം ഞാനല്ല കാണുമായിരുന്നത്, അജയ്യനാണ് ഞാൻ എന്ന് മനസ്സിലാക്കാമായിരുന്നു. മരം മറഞ്ഞു നിന്നാണല്ലോ എന്നെ അമ്പെയ്തത്. സുഖസുഷുപ്തിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ ഉഗ്രസർപ്പം ദംശിച്ചതുപോലെ അങ്ങ് ഒളിയമ്പിനാൽ എന്നെ വധിച്ചു. ഈ എന്നോട് പറഞ്ഞാൽ ഒരേ ഒരു ദിവസത്തെ അവധി മാത്രം അങ്ങയുടെ സീതയെ ഞാൻ ഇവിടെ എത്തിക്കുമായിരുന്നു. സുഗ്രീവനിൽ നിന്ന് എന്തൊരു പ്രിയം ഇച്ഛിച്ചാണോ എന്നെ നിഗ്രഹിച്ചത്, ആ ഉദ്ദേശം നിഷ്പ്രയാസം ഞാൻ സാധിപ്പിക്കുമായിരുന്നു. നിങ്ങളിൽ ഒരൊറ്റ ആളും ഇല്ലാതെ ഞാൻ മാത്രം പോയാൽ ആ രാവണനെ വിജയിക്കുവാൻ സാധിക്കും. ആ അസുരൻ്റെ കഴുത്തിൽ കയറിട്ട് കെട്ടിക്കൊണ്ട് അങ്ങയുടെ മുമ്പിൽ ഞാൻ നിർത്തുമായിരുന്നു. അങ്ങയുടെ ആജ്ഞപ്രകാരം പാതാളത്തിലോ കടലിലോ എവിടെയാണെങ്കിലും സീതയെ ഞാൻ കൊണ്ടുവരും. ഞാൻ മരിച്ചാൽ നാട് സുഗ്രീവനാണെന്നത് സത്യം തന്നെ. പക്ഷേ എന്നെ കൊന്നത് തികച്ചും അധർമ്മം തന്നെയാണ്. ആകട്ടെ, കാലം മുന്നോട്ട് പോകുമ്പോൾ എന്നായാലും സംഭവിക്കാൻ ഉള്ളത് തന്നെയാണിത്. എന്നാലും അങ്ങയുടെ ഈ പ്രവൃത്തി ന്യായമായിട്ടുണ്ടോ? ആലോചിച്ച് ഉത്തരം പറയൂ. ബാണം തറച്ച വേദനയോടെ വായു വരണ്ട് ഇത്രയും പറഞ്ഞ ബാലി മൗനമായി ശ്രീരാമനെ തന്നെ നോക്കിക്കിടന്നു. ധർമായുക്തവും പദ്യവുമായി വിനയത്തോടെയാണെങ്കിലും പരുഷമായി പറഞ്ഞ ബാലിയുടെ വാക്കുകൾ ഏറ്റവും ശ്രദ്ധയോടെ ശ്രീരാമചന്ദ്രൻ കേട്ടു. നീരൊഴിഞ്ഞ കാർമേഘം പോലെ, കെട്ടടങ്ങിയ തീക്കനൽ പോലെ, മങ്ങിമറയുന്ന ആദിത്യൻ പോലെ കപീശ്വരൻ വീണ്ടും അബോധാവസ്ഥയിൽ എത്തി. ക്രമത്തിൽ പ്രജ്ഞ തിരിച്ചെത്തിയപ്പോൾ ധർമാർത്ഥ ഗുണങ്ങൾ ചേർന്ന ഉത്തരമാണ് ബാലിയുടെ ശകാരത്തിന് ദാശരഥി അരുളി ചെയ്തത്. ഹേ ഹരീശ്വര, സജ്ജനങ്ങൾ ആചരിക്കുന്ന ധർമ്മം, അർത്ഥം, കാമം എന്നീ പുരുഷാർത്ഥങ്ങൾ അറിയാതെ വെറും ബാലിശമായിട്ടെന്താണ് എന്നെ ഇങ്ങനെ നിന്ദിക്കുന്നത്? ബുദ്ധിമാന്മാരും വൃദ്ധന്മാരും ഗുരുവര്യന്മാരും ആയവരോട് ആലോചിക്കാതെ സൗമ്യനായ അങ്ങ് വെറും വാനര ചാപല്യത്താൽ എന്താണിങ്ങനെ എന്നോട് പറയുന്നത്? വാനര ചക്രവർത്തിയായ ബാലി ഇക്ഷ്വാകു വംശ രാജാക്കന്മാരുടെയാണ് പർവ്വതാരണ്യങ്ങളോട് കൂടിയ പാരിടം മുഴുവൻ. പക്ഷിമൃഗ മനുഷ്യന്മാരുടെ നിഗ്രഹാനുഗ്രഹങ്ങളും അവർക്ക് അധീനമാണ്. ഇന്ന് ഈ ഭൂമി പരിപാലിക്കുന്ന ഭരതൻ ധർമാത്മാവും വക്രതയില്ലാത്തവനും സത്യവാനും ധർമാർത്ഥ കാമാദി ഗുണങ്ങളെല്ലാം വ്യക്തമായി അറിയുന്നവനും നിഗ്രഹാനുഗ്രഹങ്ങളിൽ അദ്യൂതനും നയവിനയാദികളിൽ അചഞ്ചല നിഷ്ഠയുള്ളവനുമായ നൃപേന്ദ്രനാണ്. ദേശകാലജ്ഞനായ ആ നരപാലന്മാരും നടക്കുന്നു. ധർമ്മത്തെ വളർത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. നൃപവ്യാഘ്രനായ ധർമ്മസ്വരൂപി ഭരതൻ പാരിടമെല്ലാം കാത്തുരക്ഷിക്കുമ്പോൾ ഏതൊരുവൻ അധർമ്മത്തെ അനുവർത്തിക്കും? ഭരതൻ്റെ ആജ്ഞയനുസരിച്ച് സ്വധർമ്മസ്ഥിതരായ ഞങ്ങൾ അധാർമികതയെ വിധിക്കൊപ്പം ശിക്ഷിക്കുന്നു. അങ്ങ് ധർമ്മത്തിൽ നിന്ന് തെറ്റിയവൻ, ദുഷ്കർമ്മങ്ങൾ ചെയ്തവൻ, രാജനീതി അനുസരിക്കാത്തവൻ, കാമത്തിന് അധീനൻ, അച്ഛൻ, അഗ്രജൻ, ആചാര്യൻ ഇവർ മൂന്ന് പേരും ഒരുപോലെയാണ്. പിതാക്കളാണ്. അനുജൻ, ആത്മജൻ, വിനീത ശിഷ്യൻ എന്നീ മൂന്ന് പേരെയും പുത്രരായി കരുതണം. ധർമ്മം അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ്റെ കടമയാണത്. കബീന്ദ്ര, അതിസൂക്ഷ്മവും അതിഗഹനവും ആയതാണ് സജ്ജനാചാരം. സർവാന്തർയാമിയായ ആത്മാവ് നന്മയും തിന്മയും വ്യക്തമായി തിരിച്ചറിയും.
ജന്മന അന്ധനായ ഒരുവൻ മറ്റൊരു ജന്മാന്തൻ്റെ സഹായം കൊണ്ട് എന്താണ് കാണുക? മഹാപാപിയായ അങ്ങ് മറ്റു മരഞ്ചാടികളുമൊത്ത് ചപല ജീവിതം നയിക്കുമ്പോൾ എന്തൊന്നാണ് കാണുക? ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി വ്യക്തമാക്കാം. കോപാകുലനായി വെറുതെ എന്നെ അധിക്ഷേപിക്കരുത്. ഞാൻ അങ്ങയെ വധിക്കുവാനുള്ള കാരണം പറയാം. അനുജൻ്റെ ധർമ്മപത്നിയെ നീതിയും നെറിയും നോക്കാതെയല്ലേ അങ്ങ് സ്വീകരിച്ചത്? ഉത്തമനായ സഹോദരൻ സുഗ്രീവൻ ജീവിച്ചിരിക്കുമ്പോൾ പുത്രൻ്റെ പത്നിയെപ്പോലെയുള്ള രുമയെ കാമാന്ധനായി അങ്ങ് പ്രാപിച്ചു. അത്രയും അധർമ്മിഷ്ഠനും മഹാപാപിയുമാണങ്ങ്. കാമാചാരിയും ധർമ്മവിഹീനനുമായി അനുജൻ്റെ പത്നിയെ കൈവച്ച രാജാവാണങ്ങ്. ഈ ഒരൊറ്റ ശിക്ഷയാണ് ഇതിനുള്ളത്. അത് അങ്ങേക്ക് തന്നു എന്നു മാത്രം. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.